CST അല്ലെ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് റെയിൽവേ സ്റ്റേഷൻ, ലോക്കൽ ട്രെയിൻസിൻ്റെ റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് എല്ലായിടത്തേക്കും മുംബൈ അല്ലെ നവി മുംബൈയിലേക്ക് എല്ലായിടത്തേക്കും ട്രെയിൻ ഉണ്ട്. ഇനി ചില സ്ഥലങ്ങളിൽ ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിക്കൽ ദാദറിലോ അല്ലെങ്കിൽ കുർളയിലേക്കോ പോയിട്ട് ട്രെയിന് മാറിക്കയറാം. അതുകൊണ്ട് എല്ലാ ഭാഗത്തേക്കും പോകേണ്ട ട്രെയിൻ ഉണ്ട്. ഇതൊരു സെൻട്രൽ പോയിൻ്റാണ്. അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊരു പഴയൊരു റെയിൽവേ സ്റ്റേഷൻ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ബ്രിട്ടീഷല്ലേ ആ സമയം എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷനാണ്. അതുകൊണ്ട് ഇതിൻ്റെ ആർക്കിടെക്ചർ, റെയിൽവേ സ്റ്റേഷൻ്റെ ആർക്കിടെക്ചർ, ഈ ബിൽഡിങ്, മോണ്യുമെൻ്റ് കാണാൻ നല്ല രസമാണ്. അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യൻ്റെ അണ്ടറിൽ പ്രിസർവ് ചെയ്ത ബിൽഡിങ്സാണ് ഈ റെയിൽവേ സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷൻ്റെ സറൗണ്ടിങ് ഏരിയസ് പുറത്തും. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സൈറ്റ് സീയിങ് ഉള്ള സ്ഥലത്തേക്ക് പോവാം. അതിൽ നമുക്ക് പോകാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമുക്കൊന്ന് ഇവിടുന്ന് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് പോകാൻ ഇവിടുന്ന് അടുത്താണ്. ഷെയറിംഗ് ടാക്സി കിട്ടും, അല്ലെ ടാക്സി കിട്ടും. ഈ ഭാഗത്ത് ഓട്ടോ ഇല്ല. ഈ CST അല്ലെ ഛത്രപതി ശിവാജി ടെർമിനസിൻ്റെ ഭാഗത്ത് ഓട്ടോസ് ഇല്ല. നിങ്ങൾക്ക് എപ്പോഴും ആ കറുപ്പും മഞ്ഞയായിട്ടുള്ള ഷെയറിംഗ് ടാക്സി അല്ലെ ടാക്സിയാണ് കിട്ടുക. മീറ്റർ ഇട്ടിട്ടാണ് ഓടൽ. അപ്പം അതെല്ലാം നിങ്ങൾ പൈസ പറയുമ്പം എപ്പോഴും ശ്രദ്ധിക്കുക, മീറ്റർ ഇട്ട് ഓടാൻ പറയണം. ചില ആൾക്കാർ ഒരു എമൗണ്ട് പറയും, അതിൽ നിങ്ങൾ ബാർഗെയിൻ ചെയ്താൽ ചിലപ്പോൾ അവർ കുറച്ച് തരില്ല. മീറ്റർ ഇട്ട് ഓടാൻ പറയുക. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഗേറ്റ് വേ ഓഫ് ഇന്ത്യൻ്റെ ഭാഗത്തേക്ക് പോവാം. അടുത്താണ് ഇവിടുന്ന്. പിന്നെ ഫോർട്ട് കാണാം. ഫോർട്ടിൽ അവിടെ നടന്നു കഴിഞ്ഞാൽ, ഓരോ ഗലിയിലേക്കൂടെ നടന്നു കഴിഞ്ഞാൽ ഫോർട്ട് കാണാം. എന്ന് പറഞ്ഞാൽ ഓൾഡ് ബോംബെ. അതുപോലെ ഇവിടെ പഴയ ബിൽഡിങ്സ് കുറേ ഉണ്ട്. പിന്നെ ആസാദ് മൈതാൻ ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ. ബോംബെ ഹൈക്കോർട്ട് ഇവിടെ അടുത്താണ്. അതെല്ലാം കുറച്ച് ഒരു 10-15 മിനിറ്റ് നടക്കേണ്ട ഡിസ്റ്റൻസിലായി ഈ പറഞ്ഞ ബോംബെ ഹൈക്കോർട്ടെല്ലാം. പിന്നെ നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ബസ് കിട്ടും ബൈക്കുള്ള സൂവിലേക്ക്. ഒരു 10 to 15 മിനിറ്റ്സ് ബസ് റൈഡ് ചെയ്യില്ല. ബൈക്കുള്ള സൂ കണ്ട് ഒന്ന് തിരിച്ചു വരാം. ഇതെല്ലാം ബോംബെയിലേക്ക് നാട്ടിൽ നിന്നെല്ലാം വിസിറ്റിന് വരുന്ന ആൾക്കാർക്ക് വേണ്ട ആവശ്യത്തിന് പറയാന്ന്. ഇനി നിങ്ങൾക്ക് ബോംബെ സിറ്റി ടൂർ കാണണമെങ്കിൽ മുംബൈ ദർശൻ എന്ന് പറഞ്ഞിട്ട് ഒരു പാക്കേജ് ഉണ്ട്, ഡേ പാക്കേജ്. ഹാഫ് ഡേ പാക്കേജ് ഉണ്ട്. രാവിലെ ഒരു 9 മണി മുതൽ ഉച്ചക്ക്, അങ്ങനെ ഒരു പാക്കേജ് ഉണ്ട്. അതിലൊരു 8-10 സൈറ്റ്സ് കാണിക്കും. അപ്പം തന്നെ ഏകദേശം ഈ പറഞ്ഞ ഗേറ്റ് വേ ഓഫ് ഇന്ത്യൻ്റെ അവിടെ അത് കാണിക്കും. പിന്നെ താജ്മഹൽ ഹോട്ടൽ കാണിക്കും, ഈ ഹൈക്കോർട്ട് കാണിക്കും. അപ്പോൾ ആ ചുറ്റിപ്പറ്റിയില്ല കുറച്ച് ഏരിയാസ് എല്ലാം കാണിച്ച് നിങ്ങളെ ഈ CSTൻ്റെ ഭാഗത്ത് തന്നെ തിരിച്ചിറക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, മുംബൈ ദർശൻ എന്ന് പറഞ്ഞിട്ട് സിറ്റി ടൂർ. പിന്നെ ഇവിടെ തന്നെ ഈ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ അക്ബർ ട്രാവൽസിൻ്റെ ഓഫീസുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ട്രാവൽ റിലേറ്റഡ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പം ബോംബെയിൽ നിന്ന് വേറെ ഡിസ്ട്രിക്റ്റിലേക്ക് പോകണം, വേറെ സ്ഥലത്തേക്ക് ഏതെങ്കിലും സൈറ്റ് സീയിങ്ങിന് പോകണം, ടാക്സി ആവശ്യങ്ങളുണ്ട്, അല്ലെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം, റെയിൽവേ അല്ലെ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള അക്ബർ ട്രാവൽസിൻ്റെ ഹെഡ് ഓഫീസ് മുംബൈയിലാണ്. അപ്പം ഈ CST റെയിൽവേ സ്റ്റേഷൻ്റെ ജസ്റ്റ് ഒരു റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മുമ്പ് കാണുന്ന അക്ബർ ട്രാവൽസിൻ്റെ ഹെഡ് ഓഫീസ്, അവിടെയും പോകാം നിങ്ങൾക്ക്. ഇത് സ്റ്റേഷൻ്റെ ബിൽഡിങ്സ് ആണ് ഇതെല്ലാം. അപ്പം ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെ ജസ്റ്റ് ഓപ്പോസിറ്റ് ടൈംസ് ഓഫ് ഇന്ത്യ ന്യൂസ് പേപ്പറിൻ്റെ അവരെ ഓഫീസും ഉണ്ട് ഇവിടെ. പിന്നെ ഇത് ടൈംസ് ഓഫ് ഇന്ത്യ ന്യൂസ് പേപ്പറിൻ്റെ തൊട്ടടുത്തായിട്ട് മുനിസിപ്പാലിറ്റി ഓഫീസുണ്ട്. ബിൽഡിങ്സ് എല്ലാം ഈ പഴയ ബിൽഡിങ്സാണ്. അപ്പോൾ അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഇതിൻ്റെ മെയിൻ്റനൻസും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വെച്ച് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ബിൽഡിംഗ് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ കഴിക്കാനാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ലെഫ്റ്റോട്ട് എടുത്തു കഴിഞ്ഞാൽ ഫോർട്ടിലേക്കാണ് പോവുക. ഫോർട്ട് ഭാഗത്ത്, ഫോർട്ട് എന്ന് പറഞ്ഞാൽ റോഡ്, ഫോർട്ട് റോഡ്, അത് നേരെ ചെന്നെത്തുക. കുറച്ച് നടന്നു കഴിഞ്ഞാൽ ചെന്നെത്തുക
ഗേറ്റ് വേ ഓഫ് ഇന്ത്യൻ്റെ അവിടത്തേക്ക്. അപ്പം ഫോർട്ട് റോഡിലേക്ക് പോകുമ്പം കുറേ പഴയ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇറാനി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഇറാനി ചായ്, ഇറാനി ബൺ മസ്ക, അതുപോലെ അവര് ബേക്കറിയിൽ കൊടുക്കുന്ന ബേക്ക്ഡ് ഐറ്റംസ് എല്ലാം ഒരുപാട് വർഷങ്ങളായി ഉണ്ടാക്കി കൊടുക്കുന്ന സാധനങ്ങളാണ് അവിടെ. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റാണ്, ക്രോഫോർഡ് മാർക്കറ്റ്. അതുപോലെ ക്രോഫോർഡ് മാർക്കറ്റിലാണെങ്കിൽ ഷോപ്പിങ്ങിനാണെങ്കിലും നമുക്ക് എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ക്ലോത്ത്സിൻ്റെ മാർക്കറ്റ് ഉണ്ട്, ക്ലോത്ത്സിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റ് ഉണ്ട്, മംഗൾദാസ് മാർക്കറ്റ് എന്ന് പറയും. അതുപോലെ വേറെ ആർട്ടിഫിഷ്യൽ ജ്വല്ലറി അതിൻ്റെ മാർക്കറ്റ് ഉണ്ട്, ഇമിറ്റേഷൻ ജ്വല്ലറീൻ്റെ മാർക്കറ്റ് ഉണ്ട്, ഭൂലേശ്വർ മാർക്കറ്റ്, കൽബാദേവി. ഇതെല്ലാം ഏകദേശം ക്രോഫോർഡ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ ചെറിയ ഏരിയൻ്റെ പേരുകളാണ്. അപ്പോൾ കോമൺ ആയിട്ട് ക്രോഫോർഡ് മാർക്കറ്റ് എന്ന് നമ്മൾ പറയുക. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് തന്നെ ഇങ്ങനെ ചെരിഞ്ഞു വെക്കുന്നുണ്ട് റോഡ് സൈഡിൽ. തുണിയുണ്ട്, ബുക്സ് ഉണ്ട്, ടോയ്സ് ഉണ്ട്. ചിലതെല്ലാം നല്ലതാണ്, നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്ത് നിങ്ങളെ ഇഷ്ടത്തിന് എടുക്കാം. അതേപോലെ നമുക്കിപ്പം ക്രോഫോർഡ് മാർക്കറ്റ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ മുമ്പ് പോയി കഴിഞ്ഞാൽ MMLE റോഡുണ്ട്, പെർഫ്യൂംസ് കിട്ടും, ഹാർഡ്വെയർസ്, റെഡിമെയ്ഡ്സ്, ഇതെല്ലാം ഹോൾസെയിലായിട്ട് ഇല്ല സ്ഥലങ്ങളാണ് ഇതെല്ലാം. കോസ്മെറ്റിക്സിൻ്റെ ഹോൾസെയില്, നമ്മളെ നാട്ടിൽ നിന്നെല്ലാം കോസ്മെറ്റിക്സ് എല്ലാം എടുക്കാനും ബാംഗിൾസ് എല്ലാം എടുക്കാനും കടയിൽ കച്ചവടക്കാരെല്ലാം ഇങ്ങനെ ഈ ക്രോഫോർഡ് മാർക്കറ്റ് MMLE റോഡിലെല്ലാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് സാധനം എടുത്ത് കൊണ്ടുപോകുന്ന സ്ഥലങ്ങളാണ്. പിന്നെ നമുക്ക് സ്റ്റേഷനറി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടും. ബസ് സ്റ്റോപ്പാ, അത് ടോയ്ലറ്റോ? വാ, വണ്ടിയല്ല, ടോയ്ലറ്റാ. ടോയ്ലറ്റ് എവിടെയാ അത്? എന്നാ ചെല്ലു, അച്ഛനുണ്ട് ഇവിടെ. ഓനോട് ഐസ് ഇല്ലാണ്ട് ഒന്ന് തരാൻ പറയും. ഐസ് ഇല്ലാണ്ട് തരാം, സാധ്യമല്ല, ഐസ് ഇല്ലാണ്ട് തരാൻ പറയും. സൂര്യ അത് വിടുന്നു. കരിമ്പ് ജ്യൂസ് ബോംബെയിൽ കോമൺ ആയിട്ട് കിട്ടുന്ന ഗ്ലാസ്സിന് 20 രൂപ. മിനിമം ചാർജ് ഇപ്പം ഗ്ലാസ്സിന് 20 രൂപ എല്ലായിടത്തും എടുക്കുന്നത്. ഐസ് കഴിയുന്ന ഒഴിവാക്കുക, കാരണം എവിടുന്ന് വരുന്ന ഐസ്, എങ്ങനത്തെ ഐസ്, ഏത് വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതാണെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഐസ് കഴിയുന്ന ഒഴിവാക്കുക. കരിമ്പ് ജ്യൂസ് പിന്നെ ഫ്രഷാണ്, അപ്പം തന്നെ അവർ എടുത്ത് ഉണ്ടാക്കി തരുന്നതാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് പറയാം. ചൂടിന് ഒരാശ്വാസം കരിമ്പ് ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ. അതേപോലെ റോഡ് സൈഡിൽ ഒരുപാട് സാധനങ്ങൾ കിട്ടും. പിന്നെ മറ്റൊരു കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഗോല, ഐസ് ഗോല, ഫ്ലേവേർഡ് ഓറഞ്ച് ഉണ്ട്, കാലക്കട്ടയുണ്ട്, അങ്ങനെ 2-3 ലെമൺ ഉണ്ട്. അങ്ങനെ ഫ്ലേവേർഡ് ഐസിൻ്റെ മുകളിൽ കിട്ടുന്ന ഐസ് ഗോല. പിന്നെ പാനിപ്പൂരി, വടാപ്പാവ്, ഇതെല്ലാം റോഡ് സൈഡിൽ കിട്ടും. നല്ലത് നോക്കിയിട്ട് അവനവൻ ശ്രദ്ധിച്ച് കഴിക്കുക. പൈസ കൊടുത്താ
ഫോട്ടോ എടുക്കുന്നത് ഇവിടെ മലയാളികൾ വന്ന് കുറേ എടുക്കുന്നുണ്ടല്ലോ. നല്ല മലയാളിയാണ്. ആ നാട്ടിൽ നിന്ന് ബോംബെയിൽ വന്നപ്പോ നമ്മളെ നാട്ടിലില്ല, ഇവിടെയില്ല. ഓരോ നാട്ടിലില്ല, ഓരോ സ്ഥലത്തില്ല. ഇതിപ്പോ ഇംഗ്ലീഷ് ആർക്കിടെക്ചറാ, അതൊരു മുഗൾ ടച്ചും ഉണ്ട്. അതാണോ നായി കണ്ടോ മുകളില്? അല്ല നായി. ഇപ്പം നമ്മൾ നടന്നു പോകുന്നത് ക്രോഫോർഡ് മാർക്കറ്റിന്റെ ഭാഗത്തോട്ടാണ് നടന്നു പോകുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, മറ്റൊരു കാര്യം, വണ്ടി സ്വന്തം വണ്ടി എടുത്ത് വരികയാണെങ്കിൽ പാർക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടെന്നല്ല, നല്ല ടൈറ്റാ പാർക്കിങ്ങിന്. ഇനി പെയ്ഡ് പാർക്കിങ്ങിൽ വെക്കേണ്ട അവസ്ഥ വരും. അവിടെ എവിടെയും വെച്ച് പോയി കഴിഞ്ഞാൽ 100% ഉറപ്പാണ് ട്രാഫിക് പോലീസ് വണ്ടി പൊക്കിക്കൊണ്ടുപോകും, അല്ലെ വണ്ടി ലോക്കിടും, നല്ലൊരു ഹെവി ഫൈൻ അടിച്ചു തരും. അത് ഒഴിവാക്കണമെങ്കിൽ പെയ്ഡ് പാർക്കിങ്ങിൽ എടുക്കുക. പെയ്ഡ് പാർക്കിംഗ് അവിടെ 500 രൂപ മുതലാണ് സ്റ്റാർട്ടിങ്. ഇനി 200-300ന്റെയും എവിടെയെങ്കിലും പരിസരത്ത് ദൂരെ എവിടെയെങ്കിലും ഉണ്ടാവും. പക്ഷേ ക്രോഫോർഡ് മാർക്കറ്റിന്റെ തൊട്ടടുത്ത് വണ്ടി വെക്കണമെങ്കിൽ 500 രൂപയാണ് മണിക്കൂറിന് പാർക്കിംഗ് ഫീസ്. അപ്പം ഏറ്റവും നല്ലത് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് വരികയാണ് ഏറ്റവും നല്ലത്. തിരിച്ച് സാധനങ്ങൾ ഉണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ വഴി വരണമെങ്കിൽ അവിടെ ടാക്സി ഉണ്ട്, യെല്ലോ മഞ്ഞ കറുപ്പ് ടാക്സി ഉണ്ട്. അവരോട് വില അന്വേഷിക്കുക. കാരണം ഇവിടെ ഓട്ടോ ഇല്ല, ബസ്സുണ്ട്, പബ്ലിക് ബസ്സുണ്ട്, പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട്, അതുപോലെ മഞ്ഞ ടാക്സി ഉണ്ട്. മഞ്ഞയും കറുപ്പും ടാക്സിയിൽ വില അന്വേഷിക്കുക. നല്ല പൈസ പറയുന്നുണ്ട്, നിങ്ങളൊന്ന് വില ചോദിച്ചെല്ലാം കയറുക. ബസ്സും ഓട്ടവും കിട്ടൂല, ഇവിടെ ടാക്സി മാത്രമേ ഓടൂ. നീ വന്ന് തപ്പേനി വീട്ടിലെവിടെയാ?
അമ്മ വരും, അമ്മ വരും. കാണുന്നില്ല എന്നാ അറിയാ. ചോയ്സ് എനിക്കൊന്ന് അങ്ങോട്ട് തന്നെ ഒന്നുമില്ല, ചോദിക്കണം ആരെങ്കിലും ഇവിടെ. भैया अरे मैंने तुप्पना बच्चों का खिलौना का दुकान कहाँ पे है मेरा? खिलौना है इसके अंदर? हाँ, ये सीधा अंदर जाओ. हाँ आगे से राइट मारो. खिलौना അവന് പരിചയമില്ലാത്ത കളികൾ. അത് ചോദിച്ചൊക്കെ ഒന്നും കൂടെ പോയിട്ട് പിന്നെ തിരിച്ചു വരേണ്ടി വന്നാലോ? ക്രോഫോർഡ് മാർക്കറ്റ് ഇതാ. ഇതെല്ലാം പൊട്ടിച്ച് ഇവിടെയെല്ലാം ബാഗിന്റെ എല്ലാം കടയായിരുന്നു. ഓ ബാഗെല്ലാം റോഡ് നിലത്തിയല്ലോ. ओ बच्चों का खिलौना किधर मिलेगा? होलसेलर में कि रिटेल में लेने के लिए? रिटेल होलसेल गली में चले जाए. हाँ गली में. इधर इस तरफ नहीं है, उस तरफ है. हाँ, ये गली में पूरा दुकान है, 2-3 दुकान है. कौन सा गली में? ये वाली गली में. इस तरफ? हाँ, 2-3 दुकान है है. इधर ये सामने वाली गली में. ये सामने. हाँ, 2-3 दुकान है. दूर है जो नहीं, नजदीक. सब के. हाँ सब दुकान लगा. जैसे ये तो दुकान जहाँ है, ये दुकान इधर അങ്ങോട്ട്
Dos. तुम समझते नहीं हो यार. പഞ്ചിമ്പൂരി വാല വാ വാ ഇവിടെ തന്നെ വാ. എനിക്ക് ഇത്രയായിട്ട് അറിയില്ല. നീ അങ്ങോട്ടാണ് അവിടെ റൈറ്റ് കാണാം. ആലൻ ഭക്ഷണം കഴിച്ചിട്ട് വരാ. വാ വാ. അരെ മോനെ 3 മണിയായി. ആ നോക്കിയില്ലേ, ഇനി കഴിച്ചിട്ട് വരാ. വാ. എവിടെയാ ശ്രീ പഞ്ചിങ്? ഈ ഏരിയയിൽ എവിടെയോ ആയിരുന്നു. ഞാൻ അന്ന് ഒറ്റ അല്ലെ ശ്രീയോഗ പോണ ഈ ഏരിയയിൽ എവിടെയോ ആയിരുന്നു. സൂര്യ ക്രോസ് ചെയ്യണല്ലോ. ഞാൻ അവിടെ പോയി ക്രോസ് ചെയ്യാം.